ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെന്നൈക്കാണ് പോകുന്നത്. അപ്പോൾ വന്ദേ ഭാരതിലായിരുന്നു നമ്മൾ പോകേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ ബ്രേസ്ലെറ്റ് ഇട്ടൊക്കെ കാണിച്ചാൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡിന് തന്നെ കുറേ കാത്തുന്നു. പിന്നെ ഇവിടെ ന്യൂസ് പേപ്പറും അവിടുത്തെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. വിശന്നിട്ട് അയാൾ അറ്റത്താണ് കേട്ടോ. പിന്നെ കുറേ വെയിറ്റ് ചെയ്തു, നമ്മൾ അരമണിക്കൂർ. പിന്നെ അവിടെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് ഹെസാണെങ്കിൽ കേട്ടെന്ന് വെറുപ്പിക്കുകയാണ്. ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് ഹെസയ്ക്ക്. എന്നിട്ട് ഹെസയുടെ വെറുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഈ ഒരു കേർഡ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊരു ടൈപ്പ് മസാലയായിരുന്നു കേട്ടോ ഇതിൽ ഉണ്ടായത്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഒരു ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പരിപ്പായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഓർക്കുന്ന റൈസാണ്, അടുത്താണ് മറ്റേ പരിപ്പിൻ്റെ കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ആ റോള് വലിക്കുന്നത് ചപ്പാത്തിയാണ്. 3 ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി. അത് നമ്മളൊക്കെ കുറേ കഴിച്ച് കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറും ചിക്കൻ കറിയും അത് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ലാസ്റ്റ് സാനിറ്റൈസർ ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തു, ഒന്ന് തേച്ചതാണ് നീറ്റാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് ഹെസർ നെയിൽ പോളിഷൊക്കെ പോകുന്നപ്പോൾ കുറേ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെസർ അത് യൂസ് ചെയ്തില്ല. ഞാൻ പതുക്കെ എടുത്തിട്ട് തുടച്ചു. അത്ര കുറേ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം അതിൽ. ഞാൻ പറഞ്ഞ പോലെയല്ല, നല്ല വെറ്റിയായിരുന്നു. പിന്നെ നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ സാനിറ്റൈസർ എടുക്കുന്നത്. പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഹെസയുടെ അടുത്ത് അങ്ങനെ എടുക്കാൻ പറഞ്ഞ ലാസ്റ്റിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഒരു വെള്ളം ഇങ്ങനെ കാണുന്നത്. പിന്നെ നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ട്രെയിനിൽ കയറാൻ പോവാം, ഷൊർണൂർ ജംഗ്ഷനിലോട്ട്. അവിടെ നമ്മൾ വേറൊരു ടൈപ്പ് ഫാമിലി ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മയുടെ ഫാമിലി മൊത്തം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തൊരു ട്രെയിനിലേക്ക് പോവാണ്. അതൊരു AC ട്രെയിനാണ്, മറ്റേ ഇതുപോലെ സാധാരണ ഉള്ള ട്രെയിനാണ്. നമ്മൾ ചെന്നൈ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നൈ എത്തി, അതാണ് റെഡ് കളറൊന്നും മനസ്സിലായില്ല. അതിൻ്റെ ബാക്കിലൊരു പാർലമെൻറ്റ് ഉണ്ട്, അത് കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ. അപ്പോൾ ഇതിപ്പോൾ കാണിക്കാൻ പറ്റിയ കാണിച്ചതാണ്. പിന്നെ ഇതാണ് പാർലമെൻറ്റ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്ത വീഡിയോ കാണാം. പാർട്ട് 2. ബൈ.